പാലക്കാട് പല്ലൻ ചാത്തന്നൂരിൽ 14-കാരൻ ആത്മഹത്യ ചെയ്തത് എന്തിനെന്നറിഞ്ഞോ? ഈ സംഭവത്തിൽ അധ്യാപികമാർക്കെതിരെ മാനേജ്മെന്റ് എന്തിനു വേണ്ടിയാണ് നടപടിയെടുത്തത്? ഒരു പിയവിന് പോലും പറയാനാകാത്ത ഒരു ചെറിയ സംഭവമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയപ്പെടുന്നത്. ചില കുട്ടികൾ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് നടത്തി. ഇതിൽ ഇവർ ചില മോശം വാക്കുകൾ ഉപയോഗിച്ചു. എന്നാൽ മെസ്സേജ് കിട്ടിയ കുട്ടിയുടെ അമ്മ ഈ കാര്യം കാണുകയും അർജുൻ എന്ന 14 വയസ്സുകാരന്റെ പിതാവുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അവിടെ വരെ എല്ലാം ശരിയായിരുന്നു. അതിനുശേഷമാണ് എല്ലാം തകർന്നു പോയത്. വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് വിഷയം തീർത്തു. ഒന്നുമില്ല, കുട്ടികളാണെന്ന് പറഞ്ഞവർ കാര്യങ്ങൾ മറച്ചുവെച്ചു. പിന്നീട് ആ 14-കാരനെ സ്കൂളിൽ സഹപാഠികളുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചത് അധ്യാപികമാരാണ്. സൈബർ സെല്ലിൽ കേസ് കൊടുക്കും, പിഴ നൽകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഈ 9-ാം ക്ലാസ്സുകാരനെ അവർ ഭയപ്പെടുത്തി. ഒരു ബാലഹൃദയത്തിന് ഇത്തരം വാക്കുകൾ സഹിക്കാനാകില്ല എന്ന് ഈ അധ്യാപികമാർക്ക് അപ്പോഴും മനസ്സിലായില്ല. അവൻ വീട്ടിലേക്ക് പോയി മൗനമായി ഭയത്തോടെയും ആ കടുങ്കൈ ചെയ്തു. ഇത് സാധാരണ ഒരു മരണമല്ല, ഒരു അധ്യാപികയുടെ മനുഷ്യനിഷ്ഠയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും മരണമാണ്. കുട്ടികൾ തെറ്റിയാൽ അവരെ തിരുത്തേണ്ടത് സ്നേഹത്തോടെയാണ്, അല്ലാതെ അപമാനത്തോടെയല്ല. അപമാനമല്ല നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അധ്യാപകരെ, നിങ്ങൾ പാഠം പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മനുഷ്യനെ നിർമ്മിക്കുകയാണ്. ഒരു വാക്കുകൊണ്ട് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസം തകർക്കാം. ഒരു നോട്ടം കൊണ്ട് ഒരാളുടെ മനസ്സ് പൊള്ളിക്കാം. അതിനാൽ ഓരോ വാക്കും ഓരോ നോക്കും ഒരാളുടെ ജീവിതം മാറ്റുമെന്ന് ഓർക്കണം. മാതാപിതാക്കളോട് പറയട്ടെ, മക്കളെ കേൾക്കൂ. അവർക്കുള്ള ചെറിയ വിഷമങ്ങളും ആശങ്കകളും ചെറുതായി നമ്മൾ കാണരുത്. ഇന്ന് നമുക്ക് നഷ്ടമായത് ഒരു കുട്ടിയാണ്. അതിനൊപ്പം വിശ്വാസവും നഷ്ടപ്പെട്ടു. സ്കൂളാണ് ഏറ്റവും വലിയ സുരക്ഷിത ഇടം എന്നുള്ള വിശ്വാസം. അവൻ്റെ മരണത്തിൽ നിന്നും ഒരു ബോധം ജനിക്കട്ടെ. നമ്മൾ ഫ്രണ്ട്സുകൾ തമ്മിൽ മെസ്സേജ് അയച്ചിട്ടായിരുന്നു. അത് അവൻ്റെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു അമ്മയാണ് മെസ്സേജ് കണ്ടിട്ട് അവർക്ക് വിഷമമായിട്ട് അത് ഇവനല്ല മെസ്സേജ് അയച്ചിട്ടായിരുന്നു. വേറെ കുട്ടികൾ ഇവരെ ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രാങ്ക് ആവുന്ന സമയത്ത് ജസ്റ്റ് ബാഡ് വേർഡ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തന്നെ ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ച് പെങ്ങളെ വിളിച്ച് സംസാരിക്കും. ഞാനും വിളിച്ച് സംസാരിച്ച് നമുക്ക് കുഴപ്പമില്ല, ഇത് വിഷയമാക്കണ്ട, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ വലിയൊരു ഇടപെട്ടൽ അതിന് വലിയതാണ്. നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നാൽ നമുക്ക് നാളെ സ്കൂളിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നു. ക്ലാസ് ടീച്ചർമാരില്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് ആ ടീച്ചർമാർ ക്ലാസ് ടീച്ചറെ വിളിച്ച് സംസാരിച്ചിരുന്നു. ടീച്ചറെ, ഞങ്ങൾ ഇവിടെ കുട്ടിയുടെ പാരൻറ്റുകൾ വന്നിട്ടുണ്ട്, ടീച്ചർ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ സംസാരിച്ചോട്ടെ, ഇപ്പോൾ ശരി കുഴപ്പമില്ല, നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ 4 കുട്ടികളെയും വിളിച്ച് സംസാരിച്ചത്. അന്ന് എൻ്റെ മരുമകനും ഉണ്ടായിരുന്നു. എല്ലാം ചെറിയ 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 കുട്ടികളായിരുന്നു വന്നിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് വിഷയമാക്കണ്ട. പിറ്റേ ദിവസം തന്നെ അവൻ്റെ ക്ലാസ് ടീച്ചർ വന്നിട്ട് അവന് ഭയങ്കരമായിട്ട് എല്ലാവരുടെ മുമ്പിലും അവൻ്റെ ക്ലാസ് പഠിക്കും കുട്ടി എല്ലാവരുടെ മുമ്പിലും വിളിച്ച് സംസാരിച്ചിട്ട് നിനക്കെതിരെ സൈബർ ചെവിയിലൊക്കെ പിടിച്ച് തല്ലിയൊക്കെ ചെയ്തു. ഇവർ 4 പേരും കൂടിയിട്ടാണ് ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അതേമാതിരി തല്ലിയിട്ടുണ്ട്. ഈ കുട്ടിനെയൊക്കെയാണ് ചെവി പിടിച്ചിട്ട് തല്ലിയിട്ട് നിന്നെ സൈബർ സെല്ലിൽ പിടിപ്പിക്കും. സൈബർ സെല്ലിൽ കേസ് കൊടുക്കും, 1.5 വർഷം ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ 25,000 രൂപ അടയ്ക്കണം പറഞ്ഞു. 1.5 വർഷം ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ 25,000 രൂപ അടയ്ക്കണം പറഞ്ഞു.